വെൽക്കം ടു സൈക്കോസ്കോപ്പ്. ഷർട്ടിലെ ഒരു ചെറിയ ബട്ടൺ കണ്ട് ആരെങ്കിലും പേടിക്കുമോ? കേൾക്കുമ്പോൾ ഇത് തമാശയെ തോന്നാം, പക്ഷേ ബട്ടൺ ഫോബിയ അല്ലെങ്കിൽ കുംബോണോഫോബിയ ബാധിച്ചവർക്ക് ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സൈക്കോളജിയിലെ വളരെ പ്രശസ്തമായ സാവദ്ര ആൻഡ് സിൽവർമാൻ 2002 നടത്തിയ ഒരു റിസർച്ച് സ്റ്റഡിയെ കുറിച്ചാണ്. ഒരു 9 വയസ്സുകാരൻ തന്റെ ബട്ടൺ ഫോബിയെ എങ്ങനെ മറികടന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് തമാശയെ തോന്നാം, പക്ഷേ ബട്ടൺ ഫോബിയ ഇത് തികച്ചും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒന്നാണ്. കഥ തുടങ്ങുന്നത് മിയാമിയിലാണ്. 9 വയസ്സുള്ള ഈ കുട്ടിക്ക് ബട്ടണുകളെ കാണുന്നതോ തൊടുന്നതോ ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഇതിനൊരു കാരണമുണ്ടായിരുന്നു. അവന് 5 വയസ്സുള്ളപ്പോൾ സ്കൂളിൽ വെച്ച് ആർട്ട് ക്ലാസ്സിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി. ഒരു പാത്രം നിറയെ ബട്ടണുകൾ അവന്റെ മേലേക്ക് മറിഞ്ഞു വീണു. ആ സമയത്ത് അവനുണ്ടായ ആ ഭയവും ആ ഒരു അറപ്പും പിന്നീട് അവന്റെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന വലിയൊരു ഫോബിയായി മാറി. സാധാരണ ഫോബിയകളിൽ നമുക്ക് പേടി അല്ലെങ്കിൽ ഭയമാണ് ഉണ്ടാവുക. എന്നാൽ ഇവിടെ ഈ കുട്ടിക്ക് പേടിയേക്കാൾ കൂടുതൽ അറപ്പായിരുന്നു, അതായത് ഒരുതരം ഡിസ്കസ്റ്റ് ഫീലിംഗ്. ഇതിനെ സൈക്കോളജിയിൽ ഇവാലുവേറ്റ് ലേണിംഗ് എന്നാണ് വിളിക്കുന്നത്. അതായത് ബട്ടൺ എന്നത് ഒരു അപകടകരമായ ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ അതൊരു വൃത്തികെട്ട സാധനമാണ് എന്നുള്ള ചിന്തയാണ് ആ കുട്ടിയിൽ ഉണ്ടായത്. പ്ലാസ്റ്റിക് ബട്ടണുകളും ചെറിയ ബട്ടണുകളും അതായിരുന്നു അവന് ഏറ്റവും കൂടുതൽ ഭയം ഉണ്ടാക്കിയിരുന്നത്. ഗവേഷകർ ആദ്യം ചെയ്തത് അവന്റെ ഭയത്തെ അളക്കുക എന്നുള്ളതായിരുന്നു. ഇതിനായി അവർ ഒരു ഫീലിംഗ് തെർമോമീറ്റർ എന്നൊരു സ്കെയിൽ ഉപയോഗിച്ചു. ഫീലിംഗ് തെർമോമീറ്റർ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു മെക്കാനിക്കൽ ഡിവൈസായി ആരും തന്നെ കാണരുത്. ഇത് ഒരു റേറ്റിംഗ് സ്കെയിലാണ്. അപ്പോൾ ഈ റേറ്റിംഗ് സ്കെയില് ഈ കുട്ടിക്ക് 8 ആയിരുന്നു അവന്റെ ഭയം. അതായത് 0 എന്ന് പറഞ്ഞാൽ ഒട്ടും ഭയമില്ല എന്നുള്ളൊരവസ്ഥയും 8 ആണെങ്കിൽ ഏറ്റവും ഉയർന്ന ഭയം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ഭയം എന്ന് പറയുന്നത് ചെറിയ ബട്ടണുകൾ, ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ക്ലിയർ ബട്ടണുകൾ, ആ ബട്ടണുകളെ അവൻ കൂടുതൽ ഭയന്നിരുന്നു. ഇനി ഈ കുട്ടിക്ക് എന്ത് ചികിത്സയാണ് അവർ നൽകിയത് എന്ന് നമുക്ക് നോക്കാം. ഗവേഷകർ ഇതിന് 2 തരത്തിലുള്ള ചികിത്സകളാണ് നൽകിയത്. ഒന്നാമത്തേത് കണ്ടിൻജൻസി മാനേജ്മെന്റ് എന്ന് പറയും. മലയാളത്തിൽ നമുക്ക് പെരുമാറ്റത്തിനുള്ള പ്രോത്സാഹന ചികിത്സ എന്നൊക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അതായത് പ്രശംസയോ സമ്മാനങ്ങളോ ഒക്കെ നൽകി ആ പെരുമാറ്റം തുടരാൻ പ്രേരിപ്പിക്കുന്ന രീതി. അവൻ ബട്ടണുകളെ പേടിക്കാതെ കൈകാര്യം ചെയ്യുമ്പോൾ അവന്റെ അമ്മ അവനെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇതുവഴി ബട്ടണുകളെ തൊടാൻ അവന് സാധിച്ചെങ്കിലും അവന്റെ മനസ്സിലെ ആ ഒരു അറപ്പ് അല്ലെങ്കിൽ ഭയം, ആ ഒരു വെറുപ്പ്, ഇതൊന്നും തന്നെ മാറിയില്ല. രണ്ടാമത് ഉപയോഗിച്ച ചികിത്സയാണ് ഇമേജറി എക്സ്പോഷർ. പേടിപ്പെടുത്തുന്ന കാര്യങ്ങളെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ആ ഭയത്തെ നേരിടുന്ന രീതി. ഇതായിരുന്നു ഈ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ബട്ടണുകൾ തന്റെ മേൽ വീഴുന്നതായും അവയ്ക്ക് നല്ല മണമാണെന്നും അവ തന്റെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ എങ്ങനെ അനുഭവപ്പെടുന്നു എന്നും സങ്കല്പിക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. ഇതിനെ ഇവാലുവേറ്റീവ് ലേണിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഒരു വസ്തുവിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റിയെടുക്കുക എന്നുള്ളത്. ചികിത്സ വളരെ വിജയകരമായിരുന്നു. ഇമേജറി എക്സ്പോഷർ തുടങ്ങിയതോടുകൂടി അവന്റെ ആ ഡിസ്ട്രസ് റേറ്റിംഗ് 8-ൽ നിന്നും 5-ആയും പിന്നീട് അത് 3-ആയും കുറഞ്ഞു. ചികിത്സ കഴിഞ്ഞതിന് ശേഷം 6 മാസത്തിന് ശേഷവും തുടർന്ന് ഒരു 12 മാസത്തിന് ശേഷവും നടത്തിയ പരിശോധനയിൽ അവന് ബട്ടണുകളോട് യാതൊരു തരത്തിലുള്ള ഭയവും ഇല്ലെന്ന് കണ്ടെത്തി. ഭയത്തെക്കാൾ ഉപരിയായി അറപ്പ് എന്ന വികാരത്തെ ചികിത്സിക്കുന്നതാണ് ഇത്തരം ഫോബിയകളിൽ പ്രധാനം എന്ന് ഈ പഠനം തെളിയിച്ചു. ഈ വീഡിയോ സൈക്കോളജി പഠിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഈ പഠനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? മനസ്സിന്റെ ആഴത്തിലുള്ള പേടികളെ ശാസ്ത്രീയമായ രീതിയിലൂടെ മാറ്റിയെടുക്കാമെന്നാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന ഇത്തരം പേടികളെ നിസ്സാരമായി കാണാതെ കൃത്യമായ ചികിത്സ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും വിചിത്രമായ ഭയമോ പേടിയോ ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ സൈക്കോളജി റിലേറ്റഡ് ആയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.